ഹലോ ഗൈസ്, ഞാനിപ്പോൾ മലേഷ്യയിലാണുള്ളത്. പെട്രോണസ് ടവറിൻ്റെ ഏരിയയിലാണ്. ഇതിൻ്റെ നേരെയുള്ള അതിൻ്റെ അവിടെയാണ് ഞാൻ കുറച്ച് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെല്ലാം റെൻറ്റിന് വെച്ചിട്ടുണ്ട്. ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ നമുക്ക് മാക്സ് കാണാം, സ്റ്റാർബക്സ് ഒക്കെ കാണാം. ഞാനിപ്പോൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. റോഡിൻ്റെ അതർ സൈഡ് നിങ്ങൾക്ക് ലാൻഡ്മാർക്ക് ബിൽഡിംഗ് കാണും, പെട്രോണസ് ടവർ. നമ്മുടെ നാട്ടിലെ ഡെക്കാത്തലോണെല്ലാം അതിനോട് ചേർന്ന് തന്നെയുണ്ട് കേട്ടോ. ഞാനൊരു 3 വർഷത്തോളം ഈ ബിൽഡിങ്ങിൻ്റെ അടുത്തായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് വലിയ പുതുമയുള്ള കാഴ്ചയല്ല, എങ്കിലും എല്ലാവർക്കും ഇതൊരു ഇൻട്രസ്റ്റിംഗ് സാധനമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്തതാണ്. ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റുള്ള മാളിൻ്റെ മെയിൻ എൻട്രി. ഞാനിപ്പോൾ ഇതിൻ്റെ എക്സിറ്റിലൂടെ ഇറങ്ങി വന്നതാണ്. ഇവിടെ ചൈനീസ് ന്യൂ ഇയർ ടൈമാണ്. അതിൻ്റേതായ ചില ഡെക്കറേഷൻസൊക്കെ നമുക്ക് കാണാം. ലാസ്റ്റ് ഡേയ്സിലൊക്കെ ആകുമ്പോൾ അത് കൂടി വരും. ഫുള്ളൊരു റെഡ് മയമായിരിക്കും. ഇതിപ്പോൾ അതിൻ്റെ ഒരു ടവറേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ശരിക്കും ട്വിൻ ടവറാണത്. അതർ സൈഡിലേക്ക് പോയെങ്കിൽ അത് കാണാൻ പറ്റും. നമ്മുടെ നാടുമായിട്ട് നോക്കുമ്പോഴുള്ള മെയിൻ വ്യത്യാസം വളരെ ക്ലീനാണ്. പിന്നെ പ്രോപ്പർ ഫുട്പാത്തുണ്ട്. ബ്ലൈൻഡ് ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രോപ്പർ മാർക്കിങ്സ് ഉണ്ട്. ഇവിടെ വളരെയധികം ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ബ്ലൈൻഡായ ആളുകൾ ഉപയോഗിക്കുന്ന സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് എല്ലാം നടന്നു പോകുന്നത്. അവരാരെയും ഡിപ്പെൻഡ് ചെയ്യാറില്ല. പിന്നെ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഇതുവഴി പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവർക്ക് ആവശ്യമുള്ള ഷോപ്പുകളിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റും. പിന്നെ അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവിടെ അടിപൊളിയാണ്. ഫ്രീ ബസ്സുകളുണ്ട്, അതുകൂടാതെ പെയ്ഡ് ബസ്സുകളുണ്ട്. ഇപ്പോൾ ക്രൂസ് ചെയ്യേണ്ട ടൈമാണ്, ഗ്രീനാണ്. ടൈം കളയാതെ ക്ലോസ് ചെയ്യട്ടെ. ഈ ഏരിയയ്ക്ക് പറയുന്നത് KLCC എന്നാണ്, കുലാലംപൂർ സിറ്റി സെൻട്രൽ. ഈ മാള്, ഇത് സൂര്യ KLCC എന്ന് പറഞ്ഞ മാളാണ്. ഇത് ശരിക്കും നമ്മൾ പെട്രോണസ് ടവറിനോട് ചേർന്ന് തന്നെയാണ് കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പാർട്ടെന്ന് വേണമെങ്കിൽ പറയാം. സൂര്യ KLCCയിലേക്ക് പോകുന്നതിനുള്ള നമുക്ക് മാളിലേക്ക് തന്നെ പോകാം. പിന്നെ ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്ന ഇതുപോലുള്ള സ്കൂട്ടേഴ്സാണ്. ബേസിക്കലി ഗിയർലെസ് ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് നമ്മുടെ നാട്ടിൽ ഹീറോ ഹോണ്ട സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു ബൈക്ക് ഉണ്ടാക്കും. ഗിയർലെസ്സാണ്, വലിയ ടയേഴ്സൊക്കെ ഉള്ളൂ. ഇവിടുത്തെ ആളുകൾ കുറച്ച് വിവരമുള്ളതുകൊണ്ടായിരിക്കാം ഒരു ബൈക്കും വാങ്ങാറില്ല, ആക്റ്റീവ് പോലുള്ള ബൈക്കുകളും വാങ്ങാറില്ല, സ്കൂട്ടറുകളും വാങ്ങാറില്ല. ഇവരെല്ലാം ഇങ്ങനത്തെ വണ്ടികളാണ് ഉപയോഗിക്കുന്നത്. അത്രയധികം നടക്കാറില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വളരെ നന്നായി കിതയ്ക്കുന്നുണ്ട്. ഇതൊരു സ്റ്റീൽ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ എന്ന് കണ്ടാലും ഈ ഒരു പുതുമയുണ്ട്. ഒരു പെയിൻറ്റ് ഭംഗിയെ പോലുള്ളൊരവസ്ഥയൊന്നുമില്ല. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ സ്ഥിരമായിട്ട് കാണുവാണെങ്കിൽ ഒരു ട്രാൻസ്ഫോമേഴ്സ് സിനിമ കാണുന്നൊരു ഫീലുണ്ടാവും. ഒരു വികാരമില്ലാത്ത ബിൽഡിംഗ് ആയിട്ട് തോന്നും സ്റ്റീലിൻ്റെ അതിപ്രസരണം കാരണം. എന്നാലും അതൊരു എന്താ പറയുക, ഒരു ഐക്കോണിക് ഫിഗറാണ്. ഇവിടുത്തെ ജനങ്ങൾ മിക്സഡാണ്. ബേസിക്കലി ഒരു 30% മലേഷ്യൻസാണ്, 30% മലൈ ചൈനീസാണ്. ബാക്കി ഉള്ളവർ ഇന്ത്യൻസാണ്. ബേസിക്കലി മലൈ ഇന്ത്യൻസ് എന്ന് പറയുന്നത് അവിടുത്തെ സിറ്റിസൻസാണ്. Foto.
നിങ്ങൾക്ക് ഏകദേശം ആ ബിൽഡിങ്ങിൻ്റെ ബിറ്റ്സ് ആൻഡ് പീസസ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടൊരു ബ്രിഡ്ജുണ്ട് ഇടയ്ക്കായിട്ട്. ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്നൊന്നും ബിൽഡിങ്ങിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടില്ല. മാക്സിമം അകലേക്ക് പോകേണ്ടി വരും. ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്നത്ര അകലേക്ക് പോവുകയാണ്. മുമ്പിൽ ചെറിയൊരു ഫൗണ്ടനും ഒരു ചെറിയൊരു ഗാർഡനെല്ലാം ഉണ്ട്. ടൂറിസ്റ്റുകളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ്. ഞാനിപ്പോൾ ഒരു തേർഡ് ടൈമോ ഫോർത്ത് ടൈമോ ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സെൽഫി എടുക്കലില്ല. ഇവരൊരു ട്രഡീഷണൽ വസ്ത്രരീതിയാണിത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ പ്രിൻറ്റുകളുള്ള ഷർട്ടുകൾ ഇടുന്നുണ്ട്. സ്ത്രീകൾ ഇതുപോലെ തലയിടുന്ന വസ്ത്രങ്ങൾ ധരിക്കും. ഭയങ്കര ഏബിളായിട്ടുള്ള സ്ത്രീകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഏത് വലിയ കമ്പനികളിൽ വർക്ക് ചെയ്താലും അവിടെയുള്ള ഒരു ഓൾമോസ്റ്റ് 60-70% ആളുകൾ സ്ത്രീകളായിരിക്കും. ഇത് ഭയങ്കര കേപ്പബിളായിരിക്കും. ഇവിടം വരെ നമുക്ക് വരാൻ പറ്റും. ഇവിടെ നിന്ന് ആ ബിൽഡിംഗ് ഒന്ന് കാണിക്കാൻ ശ്രമിക്കാം. പെട്രോണാസ് ടവർ. ആക്ച്വലി പെട്രോണാസ് ടവർ ആക്ച്വലി ഈ ബിൽഡിങ്സ് 4 ബിൽഡിങ്സാണ്. ചേർന്ന് കാണുന്നൊരു ബിൽഡിംഗ് കൂടിയാണ് ഇത് ട്വിൻ ടവേഴ്സ്. പിന്നെ ആ റൈറ്റിൽ കാണുന്ന ഏകദേശം സെയിം കളർ സ്കീമുള്ള ബിൽഡിംഗ് ഇത് മിനാര ടവർ 3 എന്ന് പറയും. മിനാര മീൻസ് ബിൽഡിംഗ് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ മലൈ ഭാഷയിൽ. ഒരു സറൗണ്ടിങ് വ്യൂ നോക്കാം. എല്ലാം വലിയ സ്കൈ സ്ക്രൈപ്പേഴ്സാണ്. ഇത് പബ്ലിക് ബാങ്കിൻ്റെ ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനേലും വലിയ ബിൽഡിങ്സ് ഇപ്പോൾ ഉണ്ടാവാം. പക്ഷേ ഇതൊരു ട്വിൻ ടവറാണ്. ആ ട്വിൻ ടവർ ഐഡൻറ്റിക്കലായിട്ട് എന്താ പറയുക, ഞാനൊരു ഡിസൈനറാണ്. ഇപ്പോൾ പിക്സൽ പ്രസിഷൻ എന്ന് പറയും, അതുപോലെ പിക്സൽ പ്രസിഷനോട് കൂടി ഇവർ ചെയ്തെടുത്തിട്ടുണ്ട് 2 ട്വിൻ ടവേഴ്സ്. ഇത് 2 ബിൽഡിങ്ങിൻ്റെയും നിർമ്മാണം 2 കമ്പനികളുടെ നേതൃത്വത്തിലായിരുന്നു. കോൺട്രാക്റ്റ് എടുത്തിരുന്ന 2 കമ്പനികൾ. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു മാർവലാണ്. നമ്മുടെ നാട്ടിൽ പാലാരിവട്ടം പാലം ഒരു 250 മീറ്ററുള്ള പാലം പണിയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു മാർവൽ തന്നെ. പെട്രോണാസ് എന്ന് പറയുന്നത് ശരിക്കും പെട്രോണാസ് ടവർ എന്ന് പറയുന്നത് ശരിക്കും പെട്രോണാസ് എന്നുള്ള കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സും ഒരു ബിൽഡിങ്ങും ചേർന്നതാണ്. പെട്രോണാസ് അറിയില്ല, ഇവരുടെ നാഷണൽ പെട്രോളിയം കമ്പനിയാണ്. അവരുടെ നാളിനുള്ളിലേക്കുള്ള എൻട്രിയാണിത്.
ഒരു റേസിംഗ് കാറെല്ലാം വെച്ചിരിക്കുന്നതാണ് മോഡലാണ്. പെട്രോണസ് ആക്ച്വലി ഇവരുടെ സ്പോൺസറായിരുന്നു, ഫിലിമിൻ്റെ സ്പോൺസറായിരുന്നു കോച്ചിൻ്റെ. അവിടെ കാണുന്ന ആ ഒരു ആക്സസ് ഉള്ളൊരു ഏരിയ ഉണ്ടല്ലോ, ഗ്രീൻ ലൈറ്റ്സ്, അത് ഒരു ടവറിൻ്റെ ടോപ്പിലേക്കുള്ള എൻട്രിയാണ്. ഇവിടെ ഓഫീസസ് ആണുള്ളത്. അതുപോലെ അവിടെയും അതുപോലൊരു ഏരിയയിലാണ്, അത് അടുത്ത ടവറിലേക്കുള്ള എൻട്രിയാണ്. നമുക്കിപ്പോൾ തൽക്കാലം അങ്ങോട്ടല്ല പോകുന്നത്, നമുക്ക് സൂര്യ KLCC അതായത് ഇതിനകത്തുള്ള മാളിലേക്കാണ്. പറഞ്ഞല്ലോ ഇത് ചൈനീസ് ന്യൂ ഇയർ ടൈമാണ്, അതുകൊണ്ട് നല്ല റഷുണ്ട് ഇവിടെ. സ്റ്റഡി ക്യാമെല്ലാം വേണ്ടതായിരുന്നു എന്ന് എനിക്കറിയാം. മൊബൈലും അത്ര ഹൈ ക്വാളിറ്റി ഒന്നുമല്ല, ഇതിലുള്ളത് വെച്ച് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. താഴേക്ക് ഇറങ്ങാം. താഴത്തതിൻ്റെ ലോബി എന്നുള്ള പറയുന്നത് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇവിടെ അതിൽ കുറച്ച് ഐറ്റംസ് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ലുലു മാളിൻ്റെയൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടാകാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കാം. സോ ഗൈസ്, ചൈനീസ് ന്യൂ ഇയറിൻ്റെ താഴെയുള്ള ഡെക്കറേഷൻസാണ്. ഇവിടെ നോക്കിയാൽ ഈ റെഡ് ഗോൾഡൻ കളർ ഈ ലൈറ്റ്സ് ഇതിൻ്റെ ലോഗോയാണ് പ്രശ്നം. ഇപ്പോഴും ഈ KLCCയുടെ ഉള്ളിൽ ഈ മാളിൽ ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു 2-3 മാളുകൾ ചേർന്നതാണ്. അംബാൻ മാൾ, രാംലി മാൾ, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ മാളുകളുടെ ഒരു സമുച്ചയമാണെന്ന് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായി ധാരണയില്ല. ഓരോ ഡയറക്ഷനിൽ പോയാൽ ആക്ച്വലി ഓരോ മാളിൽ നിന്നാണ് അവർ നെയിം ചെയ്തിരിക്കുന്നത്. രസകരമായൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3-4 വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പലപ്പോഴും ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു ഷോപ്പിലേക്കാണോ പോകുന്നത് എന്നുള്ളത് എനിക്ക് പലപ്പോഴും മാറിപ്പോകാറുണ്ട്. പലപ്പോഴും എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നടന്ന് ഓൾ ദി വേ ടു ദ അതർ സൈഡ് ഓഫ് ദ മാൾ നടക്കേണ്ടി വരാം. ഞാനിപ്പോൾ ഇവിടം വെച്ചിട്ട് ഈ ഒരു ബ്ലോഗ് നിർത്തുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിപ്പോൾ. നമുക്ക് ബാക്കി വീഡിയോസ് മറ്റു പാർട്ടായിട്ട്